വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാനുള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്താണ്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിഗ്രി തൊട്ട് 2019 തൊട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പം ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഒരുമിച്ചാണ് പ്രോസസ്സൊക്കെ ചെയ്തത്. പക്ഷേ ഭാഗ്യവശാൽ ഞാൻ ലേറ്റായിട്ടും ഇവൾ ആദ്യമാണ് വന്നത്. അപ്പം ആ സമയം തൊട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു, ഒരുമിച്ച് നിൽക്കണം, ഇവിടെ വന്നിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കണം, ഒരു സ്ഥലത്ത് നിൽക്കണം. പക്ഷെ ഭാഗ്യവശാൽ രണ്ട് യൂണിവേഴ്സിറ്റി, അതെ, നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് രണ്ട് യൂണിവേഴ്സിറ്റി രണ്ട് സ്ഥലത്ത് വായിപ്പോയി. അപ്പം ഇപ്പം ഞങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്നത് ഒരുമിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് കമ്പൈൻ സ്റ്റഡിക്ക് എന്ന് പറഞ്ഞ് വന്നതാണ്. ആസ് യൂഷ്വൽ എല്ലാവരെയും പോലെ തന്നെ കമ്പൈൻ സ്റ്റഡിക്ക് വന്നു. ഫസ്റ്റ് കുറച്ച് നേരം നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞപ്പം നമ്മളുടെ തീരുമാനങ്ങൾ മൈൻഡൊക്കെ മാറി അടുത്തെങ്കിലും വിശപ്പിൻ്റെ വിളി വന്നു. അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോവായിരുന്നു. അപ്പം ചെറിയൊരു കുക്കിംഗ് ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ഒരു വ്ലോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം വെൽക്കം ബാക്ക്. ഭാഗ്യവശാൽ ലക്കിലി വന്ന് ചേർന്നതാണ്. പക്ഷെ ആ ഒരു ടൈമിൽ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല നമ്മൾ ഫ്രണ്ട്സ് ആകുമെന്ന്, അല്ലേ? അല്ലെങ്കിൽ അത് നമ്മൾ റീലിലൊക്കെ കാണാറുണ്ടല്ലോ. ഓൾമോസ്റ്റ് നീ ഭയങ്കര ജാടയായിരിക്കും എന്ന് വിചാരിച്ചാ ഞാനിരുന്നത്. പക്ഷെ അങ്ങനെയുള്ളവരാണ് ഭയങ്കര ക്ലോസ് ആവുന്നത്. നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ മാഗിയാണ്. മാഗി എൻ്റെ സ്റ്റൈലല്ല, അനശ്വരയുടെ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും, എൻ്റെ ഫോട്ടോ, ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ആകപ്പാട് എൻ്റെ ലൈഫിൽ ആകപ്പാടുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒന്നേ ഉള്ളെങ്കിലും അതെ, ഒലക്കെ കടിച്ച് നിർത്തണമെന്നാണ്. എല്ലാരും വിചാരിക്കും എന്റെ മുടി എന്താ ഇങ്ങനെയാണ്. ഇത് ഹാക്ക് ട്രൈ ചെയ്ത് എന്താ പറയാ, ഹാക്ക് ഗോഡ് രോഗതായിപ്പോയി. മറ്റേ എനിക്ക് എന്നെ തന്നെ തോന്നുന്നത് തമിഴ്നാട്ടിലുള്ള അമ്പലങ്ങളിലൊക്കെ അവിടെ ആന ഉണ്ടാവാറുണ്ട്. അപ്പൊ അവരിങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ കുളിപ്പിച്ചിട്ട് മുടി ഇങ്ങനെ ഈരും. അത് കണക്കാണ് ഇപ്പൊ എന്റെ മുടി ഇരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഒരു സൈഡിലോട്ടും വെക്കാനും പറ്റത്തില്ല. ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ ഭയങ്കര വൃത്തിയാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ കുറച്ച് വളർന്നു വരുന്നവരെ ഇതിങ്ങനെ ഇരിക്കത്തുള്ളൂ. ഇത് മറ്റേ ഇതിനകത്തിട്ട് സ്പീഡ് കൂട്ടിയിട്ടാണ് ആൾക്കാരേക്കും ഭയങ്കര സ്കില്ലാണോ ക്യാറ്റൊക്കെ സ്പീഡ് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടുത്തെ അനശ്വരയുടെ അപ്പാർട്ട്മെന്റ്, ഒരു ചെറിയൊരു അപ്പാർട്ട്മെന്റ് ടൂർ കാണിച്ചു തരാം. ഇവരിവിടെ സ്റ്റുഡൻസ്, ഇതാണ് ഇവരുടെ ഗാർഡൻ, ബാൽക്കണി. ഇത് കിച്ചൺ. ഇത് ഒരു ചെറിയ പഴയ ബിൽഡിംഗ് ആണ്, പക്ഷെ നല്ല വൃത്തിയുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഇതാണ്. കയറി വരുന്ന സ്ഥലം. ഇത് അനശ്വരയുടെ റൂം. ഇത് ചെറിയൊരു ഹോളാണ്, അവർ റൂമാക്കി എടുക്കുന്നത്. ഇവിടെ വേറെ കുട്ടികളുണ്ട്, ജസ്റ്റ് അവരുടെ റൂം. പിന്നെ ഇവിടെ ബാത്റൂം. അത് അത്യാവശ്യം കുഴപ്പമില്ല. ഇനി ഇവരുടെ എസ്തറ്റിക് വൈബിലുള്ള ഇവരുടെ കുറച്ച് ഫ്രെയിംസ് ആണ് ഇതൊക്കെ. ഫുൾ ഞങ്ങളുടെ ഒരു കുറെ മെമ്മറീസ് അടങ്ങിയ കുറെ ഫോട്ടോസ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട്. ഇതാണ് അനശ്വരയുടെ. ഇതൊരു സോഫ കം ബെഡാണ്. സോഫ ആയിട്ടുള്ള ബെഡിലാണ് കിടക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ്. കാരണം ബെർലിനിൽ അത്യാവശ്യം ഒരു അപ്പാർട്ട്മെന്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് ഇവരുടെ കൂടെയുള്ള കുട്ടിയുടെ തന്നെ കെയർ ഓഫിൽ വന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ്. അപ്പം ഇവര് ഇത്ര നാല് പേരേ ഉള്ളൂ ഒരു അപ്പാർട്ട്മെന്റിൽ. അത്യാവശ്യം 4 പേർക്ക് നന്നായിട്ട് നിൽക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പാർട്ട്മെന്റ് ആണ്. ഇനി എന്ത് ചെയ്യാൻ പോവാ? സ്ട്രൈ ചെയ്യാൻ പോവാണ്. നിന്റെ സ്റ്റൈലുള്ള റെസിപ്പിയാണോ? ഇത് സത്യം പറഞ്ഞാൽ എന്റെ സ്റ്റൈലൊന്നും അല്ല. ഇത് എന്റെ അമ്മൂമ്മയുടെ സ്റ്റൈലാണ്. എന്റെ ജ്യോതി അമ്മൂമ്മയുടെ സ്റ്റൈലാണ്. ജ്യോതിയിലുള്ള അമ്മൂമ്മയുടെ. പക്ഷെ അമ്മൂമ്മക്ക് അതായത് നമുക്ക് ട്രൈ ചെയ്യാം.
വലിയ പല്ല് ഏതൊക്കെയാണ് ഈ ക്ലൈമറ്റിൽ കഴിക്കാൻ പറ്റിയല്ലേ? ഇങ്ങനൊരു മഴ പെയ്യാനായിട്ട് നിൽക്കുന്ന ക്ലൈമറ്റ്. അതെ, സദ്യ ഉണ്ട്, നല്ല മാഗി ഒക്കെ ഇവിടെ ഇരിക്കാം. ആക്ച്വലി ഞങ്ങളിങ്ങനെ മിക്കപ്പോഴും ഒരുമിച്ച് കാണുന്ന സമയത്ത് ഞങ്ങൾ ഡിഗ്രി ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയും. പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം ഒരുപാട് പ്രാവശ്യം പറഞ്ഞതായിരിക്കും, പക്ഷെ എന്നാലും ഒരു എന്താ പറയാ, സന്തോഷത്തിന് വേണ്ടിട്ട് പറഞ്ഞ കാര്യം തന്നെ തന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ചിരിച്ചു മറ്റേ മണ്ണ് അപ്പൊ നിർത്തും. അനശ്വരയുടെ മാഗി, ജ്യോതിയിലെ അമ്മൂമ്മയുടെ റെസിപ്പി ടേസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ. ചൂടാണ്. കൊള്ളാം. അപ്രൂവ്ഡ്. നിന്റെ അപ്രൂവൽ ആർക്കും കുഴപ്പം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചു നേരം പഠിക്കാന്ന് വിചാരിച്ചു, പക്ഷെ പഠിക്കാൻ വന്നപ്പോഴത്തേക്ക് ഉറക്കം വന്നിട്ട് വയ്യ. ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോവാണ്. പോർഷൻസ്